നമ്മളിന്ന് തേങ്ങാപ്പാൽ ചേർത്തൊരു മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു 3/4 കിലോ മീൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടാം പാലാണ്. 1 കപ്പ് ഒന്നാം പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുടംപുളി. നമുക്ക് ആദ്യം ഇഞ്ചി ചേർക്കാം, പച്ചമുളക് ചേർക്കാം, കറിവേപ്പില, ഉള്ളി. നമ്മുടെ ഉള്ളിയും ഇഞ്ചിയെല്ലാം നല്ലവണ്ണം ഒന്ന് ബ്രൗൺ നിറാവുന്നവരൊന്ന് മൂപ്പിക്കണം. ഉള്ളി നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത് വലിയ സ്പൂണാണ്, ടേബിൾ സ്പൂണാണിത്. ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മുളക് പൊടി ഇവിടെ അളന്ന് വെച്ചിരിക്കുന്നതാണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി നമുക്ക് രണ്ടാം പാൽ ചേർക്കാം. രണ്ടാം പാൽ ചേർത്തു. നമ്മൾ ഇത്രയും കുടംപുളി എടുത്തിട്ടുണ്ട്. ഉപ്പ് പാകത്തിന്. കറിയെല്ലാം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ചൊന്ന് നോക്കാം. നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ മീൻ കഷ്ണങ്ങളെല്ലാം പറക്കി ചട്ടിയുടെ അകത്തേക്ക് ഇടാം. ഒരു കഷ്ണം. കറി ഒരു 10 മിനിറ്റ് നമുക്ക് മൂടിയിടാം. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ ലാസ്റ്റ് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. കറിയുടെ 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് വറ്റിയോന്ന് നോക്കാം. കറി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. 1 കപ്പ് തേങ്ങാപ്പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കറിയിൽ ഉള്ളി താളിച്ചൊഴിക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇവിടെ ഉള്ളി ഇവിടെ നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് താളിച്ച് കറിയിലേക്ക് ഒഴിക്കാം.
നമ്മുടെ കറി ഇവിടെ റെഡിയായി. കൊണ്ടുവന്ന് നോക്കട്ടെ. ഇപ്പോൾ ഒരു സ്വല്പം കൂടി വേണം. നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത നാടൻ മീൻകറി ഇവിടെ റെഡിയായി. തേങ്ങാപ്പാൽ ചേർത്ത നാടൻ മീൻകറി ഇവിടെ റെഡിയായി.